Hello all, welcome back to my channel Glow with Shraddha. Today is day 2 of Malaysian vlog. Day 2 വന്നിട്ട് ഭയങ്കര ലോങ് ആയിരുന്നു. സോ ഐ തോട്ട് ഓഫ് സ്പ്ലിറ്റിംഗ് ഇറ്റ് ഇൻടു പാർട്ട് 1 ആൻഡ് പാർട്ട് 2. സോ ദിസ് ഇസ് പാർട്ട് 1. ആദ്യം തന്നെ കുളിച്ചൊരുങ്ങി സുന്ദരിയായിട്ട് അടിപൊളി കോട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് താഴെ ഇറങ്ങിയത്. താഴെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവിടുത്തെ സീനറിയൊക്കെ, അതായത് ഹോട്ടലിലെ സീനറിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് സ്ട്രേറ്റ് ടു ബാട്ടു കേവ്സ്. ഈ ബാട്ടു കേവ്സിനെ കുറിച്ച് കുറേ കഥകളുണ്ട്, എന്നാലും അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. എന്നാലും തമ്പുസാമി പിള്ള എന്ന് പറയുന്ന ഒരു ബിസിനസ് മാനാണ്. അയാളുടെ സ്വപ്നത്തിൽ ഒരു ദൈവികമായ ഒരു പ്രസൻസ് ഈ കേബിൾ കണ്ടു. അങ്ങനെയാണ് അയാൾ ഒരു ടെമ്പിൾ ഇവിടെ ബിൽഡ് ചെയ്തത്. ഇവിടെ അത്ര ചൂടില്ല, ബട്ട് എന്നാലും സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ഒരു ചെറിയൊരു തമിഴ്നാട്ടിൽ ഇറങ്ങിയതുപോലെ ഒരു ഫീൽ ആയിരുന്നു. കാരണം തമിഴ് വംശജരായ മലേഷ്യൻ സിറ്റിസൻസ് ആണ് ഇവിടെ ഒരുപാട്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഒരു ടൂറിസ്റ്റ് പോലും ഈ ഒരു പ്ലേസ് അവരുടെ വിസിറ്റിൽ മിസ് ചെയ്യത്തില്ല. ഈ ബാട്ടു കേവ്സിലാണ് മലേഷ്യയിൽ തൈപ്പൂസം ഫെസ്റ്റിവൽ നടക്കുന്നത്. അതായത് ഈ കാവടിയും പിന്നെ വായിൽ ശൂലം കുത്തിട്ട് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അത്. ഈ ബാട്ടു കേവ്സ് 400 മില്യൺ ഇയേഴ്സ് പഴക്കമുണ്ട്. പക്ഷേ ഈ ടെമ്പിൾ 1890s ആ ടൈമിലാണ് ഈ ടെമ്പിൾ ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെയാണ് ദ വേൾഡ്സ് ടോളസ്റ്റ് മുരുകൻ സ്റ്റാച്ചു ഉള്ളത്. അത് മാത്രമല്ല 65% ഓഫ് ദ റെസിഡൻസ് മുസ്ലിമും 15% ഹിന്ദുസും ബാക്കി ബുദ്ധിസ്റ്റ്. ഇവിടെ എത്തിയിട്ട് ഞാൻ ആദ്യം കണ്ടത് ഈ കുരങ്ങന്മാരാണ്. ഇവർ എന്ത് ശല്യമെന്നറിയാവോ? നിങ്ങൾ ഫുഡൊക്കെ ക്യാരി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബാഗിൻ്റെ അകത്ത് നല്ല സെക്യൂറായിട്ട് വെച്ചിട്ട് വേണം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം തട്ടിപ്പറിച്ചുകൊണ്ടൊക്കെ പോകും, ഭയങ്കര ശല്യമായിരിക്കും. പിന്നീട് ഈ കുഞ്ഞുങ്ങളെ കണ്ടോ? എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് എക്സ്കേർഷൻ വേണ്ടി വന്ന പിള്ളേരാണ്. ഭയങ്കര ക്യൂട്ട് കുട്ടികൾ. ഞാൻ കുറേ നേരം അവരുടെ ആ ഒരു ഭംഗിയൊക്കെ നോക്കി നിന്നുപോയി. പിന്നെ മാക്കോ ഇവിടെ എൻ്റെ മോൻ അവൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, സെറ്റ്. സോ അവിടെ ഏറ്റവും കൂടുതലും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവുകളൊക്കെ വന്നിരിക്കും. അവിടെ തന്നെ നമുക്ക് ഈ പ്രാവുകൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. സോ ഈ ഫുഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ പ്രാവുമായിട്ടൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഞാൻ മസ്താനി വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ പോയി പ്രാവുകളൊക്കെ പറത്തിയിടുമായിരുന്നു. അവളുടെ വായിന്ന് നല്ലത് കിട്ടി. പിന്നെ ഞാനും മാക്കോയും കുറേ വീഡിയോസൊക്കെ എടുത്തു. ആൻഡ് മാക്കോ അവന് പ്രാവെന്ന് പറയാൻ അറിയത്തില്ല, കാക്ക എന്ന് വിളിച്ചിട്ടാണ് എൻ്റെ പുറകിൽ ഓടി നടന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പേടി ആ കുരങ്ങന്മാരായിരുന്നു. ഭയങ്കര ശല്യമായിരുന്നു അവർ. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും കുറേ വീഡിയോസ് ആൻഡ് ഫോട്ടോസ് എടുത്തു. ഈ ബാട്ടു കേവ്സിൽ വരുന്നവർ അവരുടെ ഡ്രസ്സിങ് കുറച്ച് സൂക്ഷിക്കുക. കാരണം ഷോർട്സ് ഒന്നും അലൗഡ് അല്ല. ഷോർട്സ് ഇട്ടിട്ട് ആരും കയറ്റുന്നില്ല. സോ കുറച്ച് ലോങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബാട്ടു കേവ്സിൻ്റെ എൻട്രൻസ് എത്തി. ഈ സ്റ്റെപ്സ് എന്ത് കളർഫുള്ളാണ്. ഈ 2018 ഈ സ്റ്റെപ്സ് ഇത്രയും കളർഫുള്ളാക്കിയത്. അതിന് മുമ്പ് അത്ര കളറൊന്നും അല്ലായിരുന്നു. ആൻഡ് ടോട്ടലി 272 സ്റ്റെപ്സ് ഉണ്ട്. ഞാനൊരു 60 സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ കിതച്ചു. സോ ഈ ഹാർട്ട് ഡിസീസ്, പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് മേളിലെത്തിയിട്ട് മേളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ദൈവമേ, ഞാൻ ഇത്രയും സ്റ്റെപ്സ് കടന്നു വന്നു. വാവ്, അടിപൊളി. ഈ സ്റ്റെപ്സൊക്കെ ആദ്യം വുഡിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അത് മാറ്റി കോൺക്രീറ്റ് ആക്കി. അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അകത്ത് കയറിയപ്പോൾ തന്നെ പെട്ടെന്നൊരു AC റൂമിൽ കടന്നു കയറുന്ന ഒരു ഫീൽ. നല്ല തണുപ്പായിരുന്നു. ആൻഡ് അവിടെയും ഇതുപോലെ ഒരു കുഞ്ഞു അമ്പലങ്ങളുണ്ട്. ആൻഡ് അവിടുത്തെ സ്ട്രക്ചർ ഫുൾ ഇങ്ങനെ നോക്കി നിന്നുപോയി. ഈ മേളിലത്തെ റോക്സ് കാണുമ്പോൾ ഈ ചൂട് വാക്സ് ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ അത് ഹാർഡനായിട്ട് നമ്മൾ കാണുന്നൊരു സ്ട്രക്ചറില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ഫീലായിരുന്നു അകത്ത് തന്നെ ഒരുപാട് അമ്പലം ഉണ്ടായിരുന്നു. പിന്നീട് നേരെ താഴെ വീണ്ടും ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ സൈഡിലായിട്ട് കുറേ സോവനീർ ഷോപ്സും അങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ ലെഫ്റ്റിലായിട്ട്, അത് താഴെ ഇറങ്ങി അതിൻ്റെ ലെഫ്റ്റിലായിട്ട് ഒരു അമ്പലം. സോ കയറുന്നതിന് മുമ്പ് ചെരുപ്പൊക്കെ ഊരിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിൻ്റെ അകത്ത് എല്ലാവരും ടൂറിസ്റ്റൊക്കെ എല്ലാം ആയിരുന്നു. ഞങ്ങൾ കയറിയ ടൈമിൽ അവിടുത്തെ ആ പൂജയൊക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നത്. ഒരു നല്ലൊരു ഫീലായിരുന്നു. അവിടുത്തെ ആ ഒരു റിച്വൽസൊക്കെ സൂപ്പറായിരുന്നു. ആൻഡ് എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് കുറച്ച് ഭസ്മം എടുത്തിട്ട് എൻ്റെ നെറ്റിയിലൊന്ന് ഇട്ട് തന്നു. ആൻഡ് ഭയങ്കര ഭക്തി ഫീൽ. അത് കഴിഞ്ഞിട്ട് ഞാനും അങ്ങ് പുറത്തോട്ട് നടന്നു. ആൻഡ് മസ്താനിയായിട്ട് കുറേ ഫോട്ടോസ്. ആൻഡ് മസ്താനിയും വന്നു വീഡിയോൻ്റെ അകത്ത്, വിച്ച് ഇസ് ഗുഡ്. സുഭാഷേ, ഇതിനുള്ളിൽ കയറിയപ്പോൾ ഒരു മഞ്ഞുമൽ ബോയ്സ് ഫീൽ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് തമാശയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കയറി. അവിടെയും ഒരുപാട് മങ്കീസ്. പിന്നെ അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പ് കയറി മേളിലെത്തി. അവിടെ വേറൊരു അമ്പലം.
സോ ഞാൻ ടോട്ടലി ഒരു 4-5 അമ്പലമെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഏറ്റവും മേളിൽ നിന്ന് താഴത്തെ വ്യൂ കാണാൻ സൂപ്പറായിരുന്നു. ആൻഡ് എസ്പെഷ്യലി എൻ്റെ സറൗണ്ടിങ്സൊക്കെ നല്ല 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 ഭംഗിയായിരുന്നു. അത് മാത്രമല്ല അവിടെ തന്നെ വേറെ കുറേ കേവ്സ് ഉണ്ട്, പക്ഷെ അതൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. സോ നോട്ട് അലൗഡ്. സോ ഇപ്പോൾ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. മേളിലോട്ടൊരു ഓപ്പണിംഗ് ഉണ്ട്, ആ ഓപ്പണിംഗ് ഒന്ന് മേളിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾ താഴെ ഇറങ്ങി, മിലാനയും മാക്കോയും മേളിൽ കയറിയില്ല. സോ അവർ പീകോക്സിൻ്റെ അടുത്തായിരുന്നു. അവിടെ കയറണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ അവിടെ ഡാൻസൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കുറേ ഇന്ത്യൻ തമിഴ്നാട് ബേസ്ഡ് സ്നാക്സ് അതും വാങ്ങി സ്ട്രെയിറ്റ് ടു ഗെൻറ്റിങ് ഹൈലാൻഡ്സ്. അത് പാർട്ട് 2 കാണിക്കാം. സോ ബൈ, ടേക്ക് കെയർ.